അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച എൻ്റെ സഹപാനലിസ്റ്റിന്റെ ഉദ്ദേശശുദ്ധി സത്യത്തിൽ എൻ്റെ മനസ്സ് കുളിർപ്പിച്ചു. അഴിമതി തെല്ലുമില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് അദ്ദേഹം വികാരഭരിതനായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കുണ്ടായ അനുഭവം. അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും ബൗദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും ഒക്കെ സിഖുകാരും ഒക്കെ അടങ്ങുന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കുകയും മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രം കൊടുക്കാതിരിക്കുകയും എന്തുകൊണ്ടാണെന്ന് ഞാൻ മറുപടി പറയണം എന്ന് അദ്ദേഹം 4 തവണ ആവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അതിനും മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും മതരാഷ്ട്രങ്ങളാണ്. എന്താണ് മതരാഷ്ട്രങ്ങൾ? ഒരു മതത്തിന്റെ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രഭരണം നിർവഹിക്കുന്ന രാജ്യങ്ങളെയാണ് മതരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ശരിയ നിയമമാണ് ഈ 3 രാജ്യങ്ങളിലെയും ഭരണത്തിന്റെ ആധാരശില. അതുകൊണ്ട് തന്നെ ഈ 3 രാഷ്ട്രങ്ങളിലും അദ്ദേഹം ആവേശത്തോടെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, എന്ത് പീഡനം അനുഭവിക്കുന്നു? ഇതിന്റെ ഉത്തരം പറയാം. ഈ രാജ്യങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിൽ പല മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാം. ഈ രാജ്യങ്ങളിലൊക്കെ അതത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, അതായത് മുൻപ് പറഞ്ഞ, ഞാൻ ആവർത്തിച്ച് സമയം കളയുന്നില്ല, അവർ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല, പലപ്പോഴും സഞ്ചാര സ്വാതന്ത്ര്യമില്ല, ആൾക്കൂട്ടം ചേരാനുള്ള സ്വാതന്ത്ര്യമില്ല. വിസ്തരിച്ച് പറയേണ്ടതില്ല. ഈ രാജ്യങ്ങളിൽ 3ലും മതഭരണം നടപ്പിലുള്ളത് കൊണ്ട് ആ മതത്തിൽ പെടാത്തവർക്ക് നിരന്തരമായി ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹ്യവും ബൗദ്ധികവുമായ പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവർ അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് വരുന്നു. അവർക്ക് നാം അഭയം കൊടുക്കണമെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പഴയ കാലത്ത് എഴുതിയും പാർലമെന്റിൽ ആവശ്യപ്പെട്ടുമൊക്കെയുള്ള രേഖകൾ നമ്മുടെ കൈവശം. ആ രേഖകൾ സാധൂകരിക്കലാണ് CAA നടപ്പിലാക്കുന്നത്. ഇനി എന്തുകൊണ്ട് അവിടെ നിന്ന് വരുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ ഒഴിവാക്കി? എന്തുകൊണ്ട് ഒഴിവാക്കി? അവരെ ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നെന്റെ സഹപാനലിസ്റ്റ് വളരെ വികാരഭരിതനായി ചോദിച്ചതിന്റെ ഉത്തരം, ഈ 3 രാജ്യങ്ങളിലും മുസ്ലിം മതവിശ്വാസികൾ യാതൊരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? മുസ്ലിമുകൾക്ക് പ്രാമാണികമായി കരുതപ്പെടുന്ന ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 രാജ്യങ്ങളിലും ഭരണക്രമം നിർവഹിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അഭയാർത്ഥികളായി ആർക്കെങ്കിലും ഭാരതത്തിലേക്ക് വരേണ്ടുന്നില്ല. അവർ ഭാരതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നുഴഞ്ഞു കയറ്റക്കാരായാണ്. ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും അതിർത്തി പങ്കിടുന്ന പല ഗ്രാമങ്ങളിലും നിരന്തരമായി ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഭാരതത്തിലേക്ക് വരുന്നുണ്ട്. അവർ നുഴഞ്ഞു കയറ്റക്കാരാണ്. അവർ ഭാരതത്തിലെത്തുന്നു. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ പലയിടത്തും എത്തിച്ചേരുന്നു. അവർ ഭാരതീയരാണെന്ന വ്യാജേന ഇവിടെ ജീവിക്കുന്നു. ചിലപ്പോഴൊക്കെ ഭരണ കക്ഷികളുടെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും വരെ അവർ സംഘടിപ്പിക്കുന്നു. ഇവരാരും അഭയാർത്ഥികളല്ല. ഈ 3 മതരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള മതന്യൂനപക്ഷങ്ങൾ അതത് രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് എന്ത് പീഡനം എന്ന ആവേശത്തോടെ ചോദിച്ചതിന്റെ ഉത്തരം, ഇതിന്റെ കൃത്യമായ രേഖകൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എന്റെ കയ്യിലുമുണ്ട്. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ എനിക്ക്. ഈ രേഖകൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭ പോലെ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന സ്ഥാപനം അംഗീകരിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ 3 രാഷ്ട്രങ്ങളിലും അഭയാർത്ഥികളായ മതന്യൂനപക്ഷക്കാർക്ക് ഇവിടെ നാം അഭയം കൊടുക്കുന്നു. അതത് രാജ്യങ്ങളിലെ മതഭൂരിപക്ഷങ്ങളായ മുസ്ലിമുകൾക്ക് അഭയം കൊടുക്കേണ്ടതില്ല, കാരണം അവർ അഭയാർത്ഥികളല്ല. അഭയാർത്ഥി എന്ന പദത്തിന്റെ അർത്ഥം അഭയം അർത്ഥിക്കുന്നവർ, അഭയം ആഗ്രഹിക്കുന്നവർ, അഭയം അപേക്ഷിക്കുന്നവർ എന്നാണ്. അവർ അഭയം അപേക്ഷിച്ച് വരുന്നവരല്ല, നുഴഞ്ഞു കയറ്റക്കാരാണ്. ഇതാണ് അതേ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ
അദ്ദേഹം വളരെ ആവേശത്തോടെ ഒട്ടേറെ വിഷയങ്ങളെ കുറിച്ച് പറയാൻ സമയം മെനക്കെടുത്തി. എനിക്ക് പറയാനുള്ളത്, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ CPM-ന് അത്രമാത്രം കടുത്ത വിരോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM DMK-യുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. CPM IND മുന്നണിയിൽ നിന്ന് പിന്മാറണം. കാരണം IND മുന്നണിയിലെ പല സഖ്യകക്ഷികളും, കോൺഗ്രസ് ഉൾപ്പെടെ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ആനുകൂല്യം കൈപ്പറ്റിയിട്ടുള്ളവരാണ്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ആകാൻ പാടുണ്ടോ നമ്മൾ? അതല്ലേ നമ്മുടെ അന്തസ്സിന്റെ സൂചന? പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രം പറയുക എന്നത് വിവേകികളും അന്തസ്സുള്ളവരുമായ മനുഷ്യർ പാലിച്ചു പോരുന്ന ഒരു നയമാണ്, ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള തങ്ങളുടെ ചങ്ങാതികൾ, സഹയാത്രികർ ഇലക്ട്രൽ ബോണ്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത തീർച്ചയായും CPM കാണിക്കണം. എന്ന് മാത്രമല്ല, പലപ്പോഴായി ഈ പൗരത്വ ഭേദഗതിക്ക് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, പാർലമെന്റിൽ അതേക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ബന്ധം കൂടി അവർ വിച്ഛേദിക്കണം. തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിലും മറ്റും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് പാവം യെച്ചൂരിയുടെയോ അവരുടെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ സഖാബ് പിണറായി വിജയന്റെയോ ചിത്രം വെക്കാനുള്ള സന്മനസ് കാണിക്കാത്ത CPM-ന്റെ സ്ഥാനാർത്ഥികളോട് ഇത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ പലതും ചോദിക്കേണ്ടായി, ഈ ബീഫ് കഴിച്ചതിന് ഒരു കുടുംബത്തെ കൊന്നു, ഇങ്ങനെയൊക്കെ കുറെ കഥകൾ പറഞ്ഞു. ഇപ്പോ ഭ്രൂണം, ഗർഭിണി തുടങ്ങിയ പഴയ കഥകളുടെ മാർക്കറ്റ് തീർന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുതിയ കഥ. ഞാൻ അവിടെ ഈ ബീഫ് കഴിച്ചു കൊന്ന കുടുംബത്തെ കുറിച്ചുള്ള കഥ കേട്ടപ്പോ എനിക്ക് തോന്നിയത്, ബീഫ് കഴിച്ചിട്ട് കുടുംബത്തെ കൊന്നത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്താണ്. സഹ്യപർവ്വതവും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അതിർത്തി പങ്കിടുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരനെ മാസങ്ങളോളം പീഡിപ്പിച്ച്, ദിവസങ്ങളോളം മനുഷ്യത്വരഹിതമായി ഉപദ്രവിച്ച്, കൊന്ന് നശിപ്പിച്ചതിൽ, ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്തതിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന സംഘടനയിലെ ഭാരവാഹികൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അഴിമതി തീണ്ടിയിട്ടില്ലാത്ത CPM, മനുഷ്യത്വരഹിതമായി ഒന്നും ചെയ്യാത്ത CPM ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.